ദൈവാലയം എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിലേക്ക് പോവാണേ. ആരാധന മാത്രം നടന്നാൽ പോലെ അതിന്റെ അടുത്ത തലം എന്ന് പറയുന്നത് ദൈവ മനുഷ്യ സമാഗമ കൂടാരമാണ് ദേവാലയം. മനുഷ്യനും ദൈവവും ഇതാ കണ്ടുമുട്ടുന്ന ഇടം. നമ്മൾ ഈശോയെ കാണുന്നു, ഈശോ നമ്മെ കാണുന്നു. ദൈവ മനുഷ്യ സമാഗമ കൂടാരമാണ് ദേവാലയം. ഓരോ ദേവാലയവും അങ്ങനെയാണ്. ലോകത്തെവിടെയുള്ള ദേവാലയവും അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കരുത് ആവില മാത്രമാണ് അങ്ങനെയെന്ന്. അല്ല, എല്ലാ ദേവാലയവും ദൈവ മനുഷ്യ സമാഗമ കൂടാരമാണ്. ദൈവവും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന കൂടാരമാണ്. ഇനി ഞാനാകുന്ന ശരീരം ദേവാലയമാകണമെങ്കിൽ എന്റെ ശരീരം ഒരു മനുഷ്യ ദൈവ സമാഗമ കൂടാരമായി മാറണം. ഇവിടെ ദൈവ മനുഷ്യ സംഗമം സംഭവിക്കണം. എന്റെ മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി ലയിച്ചു ചേരുന്ന ഇടമായി എന്റെ ശരീരം മാറുമോ? ശ്രദ്ധിക്കണേ, ശരിക്ക് ശ്രദ്ധിക്കണേ. എന്റെ ജീവിതം, എന്റെ ശരീരം, എന്റെ ആത്മാവ് മൊത്തത്തിൽ ദൈവ മനുഷ്യ ഐക്യത്തിന്റെ കണ്ടുമുട്ടലിന്റെ ഇടമാണോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ആരെയാണ് കണ്ടുമുട്ടുന്നത്? ആരെയാ കണ്ടുമുട്ടുന്നത്? അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തന്റെ ജീവിതകാലം മുഴുവനും പഠിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, ഈ ദൈവ മനുഷ്യ സമാഗമത്തെ കുറിച്ചാണ്, സംഗമത്തെ കുറിച്ചാണ്. കണ്ടുമുട്ടല് മാത്രമല്ല, കൂടിച്ചേരൽ കൂടെയാണ്. പുഴ കടലിലേക്ക് ചെന്നൊഴുകി കടലായിട്ട് മാറുന്നത് പോലെ, പുഴ ഒഴുകി ഒഴുകി കടലിൽ ചെന്ന് ചേരുകയും പുഴയിലെ വെള്ളം മുഴുവൻ ഇത് കടലായിട്ട് മാറുകയും ചെയ്യുന്നത് പോലെ, മഴ ഇത് മഴത്തുള്ളികളായി കടലിലേക്ക് പെയ്തിറങ്ങിയത് മുഴുവൻ പിന്നെ കടലായി മാറി. ഓരോ തുള്ളിയും കടലിലേക്ക് ചെന്നെത്തി, ഓരോ തുള്ളിയും കടലായി മാറിയതുപോലെ ഞാനാകുന്ന മനുഷ്യാത്മാവ് ദൈവാത്മാവിനെ കണ്ടുമുട്ടുന്ന ഒരാലയമാണോ എന്റെ ജീവിതം, എന്റെ ശരീരം? അപ്രകാരം ഒരു കണ്ടുമുട്ടൽ എന്നിൽ നടക്കുക എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. ദൈവം നിനക്ക് ആ സാധ്യതയിലേക്ക് നിന്നെ പണിതുയർത്തും. നീ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്റെ ദൈവത്തെ കണ്ടുമുട്ടും. നീയാകുന്ന ദേവാലയത്തിൽ ഈ ദൈവാത്മാവുമായിട്ടുള്ള കൂടിച്ചേരൽ സംഭവിക്കും.